ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റതിൻ്റെ ആ ഒരു നിമിഷം ആഘോഷമാക്കിയിരിക്കുകയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ INTUC ചുമട്ടുതൊഴിലാളികൾ. $1500-ലധികം ബിരിയാണിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ഒപ്പം തന്നെ ബസ് ജീവനക്കാർക്ക് ഇവിടുത്തെ തൊഴിലാളികൾക്കടക്കം ഇവർ ബിരിയാണികൾ വിതരണം ചെയ്യുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആളുകൾ ബിരിയാണിയൊക്കെ വാങ്ങി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായൊരു നിമിഷമാണ്. പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ട ഒരു സന്തോഷം? സന്തോഷം 10 വർഷം ഞങ്ങൾ കാത്തിരുന്നൊരു ദിവസമാണിത്. അത് ഞങ്ങളാൽ കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാണ്. ഞങ്ങൾ സന്തോഷം ഞങ്ങൾ ആയിരിക്കാണ്. ജനങ്ങൾക്ക് 2500 പേർക്ക് ബിരിയാണി ഇവിടെ വിതരണം ഞങ്ങൾ 2500 അല്ലേ? അതെ, നേരത്തെ ഞാൻ 1500 എന്നായിരുന്നു പറഞ്ഞത്. 2500 എങ്ങനെയുണ്ട് ഇപ്പൊ VDS സർക്കാർ വരുമ്പോ എങ്ങനെ കാണും? വളരെ നല്ല അഭിപ്രായങ്ങളാണ്. ഉഷാറാണ്. ഞങ്ങള് നല്ല ഫുഡുകൾ വെച്ചിട്ടുള്ള പരിപാടികളാണ് കോഴിക്കോട്. ഇവിടെ ഇപ്പം 1000-2000 പൊതികൾ ഞങ്ങൾ വിതരണം ചെയ്യാണ്. നല്ല ഔപചാരിക പരിപാടിയാണ്. ഉഷാറാണ്. വലിയ ആവേശമാണ് ഇവിടെ. ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഇതിന്റെ വളരെ വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന് അത്ര ഒരു പ്രതീക്ഷയാണിത്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങളുടെ ഈ സന്തോഷവും ആനന്ദവും ഉള്ളത്. ഈ സമയത്ത് നമ്മളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഒരാളും പട്ടിണി കിടക്കരുത് എന്നുള്ളൊരു ആത്മവിശ്വാസവും ആ ദൃഢനിഷ്ഠവുമാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിരിയാണി വിതരണത്തിന് നമ്മളെ നേതൃത്വം തയ്യാറായിട്ടുള്ളത്. അതായത് മുഖ്യമന്ത്രി ആര് എന്നൊരു സംശയം ചർച്ച ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വി.ഡി. സതീശനെ പിന്തുണച്ച ഒരു ജില്ല കൂടിയാണല്ലേ കോഴിക്കോട്. വി.ഡി. സതീശനല്ലാതെ മറ്റൊരു പേര് കോഴിക്കോട് ജില്ലയിൽ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഈ കോഴിക്കോടിന് മന്ത്രി ഇല്ലാത്തതിന്റെ സങ്കടം ഉണ്ടോ? ഉണ്ട്. കോഴിക്കോടിന് മന്ത്രി ഇല്ലാത്തതിന്റെ സങ്കടമുണ്ട്. അത് വരും സമയങ്ങളിൽ നേതൃത്വം പരിഹരിക്കുന്നുള്ളൊരു ദൃഢവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് തന്നെയാണ് അവർക്ക്. കോഴിക്കോട്ടെ മന്ത്രി ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ച് അത് പരിഹരിക്കുമെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. സ്വാഭാവികമായി ഈ 2500 പേർക്ക് ബിരിയാണി കൊടുക്കണം. 2500 പേർക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ എങ്ങനെയാ ഈ ഒരു നിമിഷത്തെ കാണുന്നത്? വളരെ സന്തോഷമാണ്. 10 വർഷത്തെ ഭരണത്തിനെതിരെ ശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ട് വി.ഡി. സതീശൻ വളരെ അഭിവാദ്യങ്ങൾ 1000 അഭിവാദ്യം. ഇതാ എങ്ങനെയാ പുതിയ സർക്കാർ വന്നതിന് എങ്ങനെയാണ്? പുതിയ സർക്കാർ വന്ന നല്ലല്ലേ, ഒരു മാറ്റം നല്ലല്ലേ. എന്തുകൊണ്ട് ഇതൊരു സന്തോഷമാണ്. അതെ, നമുക്കിവിടെ കാണാം ഇവര് നേരത്തെ പടക്കം പൊട്ടിച്ചിരുന്നു. ഒപ്പം തന്നെ പട നയിച്ചവൻ തന്നെ നമ്മെ നയിക്കുമെന്ന് പറയുന്ന വി.ഡി. സതീശന്റെ വലിയൊരു ഫ്ലക്സ് ഉയർത്തി, ഇവിടെ ബാനർ ഉയർത്തിയത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ അകമ്പടിയായി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. ഒപ്പം തന്നെ ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ബിരിയാണി സ്വീകരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതാ ഇവിടെ നേരത്തെയും നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ആളുകൾ നൃത്തം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. അങ്ങേയറ്റം ആവേശഭരിതമാണ് ഒരുപക്ഷെ UDF പ്രവർത്തകരെ സംബന്ധിച്ച്. എങ്ങനെയാ ഈ നിമിഷം എങ്ങനെ കാണുന്നു? അടിപൊളി. നമ്മൾ വളരെ ആവേശത്തില്ല പ്രവർത്തകരെല്ലാവരും. 10 കൊല്ലത്തിന് ശേഷം വലിയ ഭൂരിപക്ഷത്തിൽ വന്നല്ലേ, 102 സീറ്റല്ലേ. വി.ഡി. സതീശൻ തന്നെ വന്നതിനെ കൊണ്ട് നല്ല സന്തോഷം. അതായത് INTUCയുടെ പുതിയ ബസ് സ്റ്റാൻഡിലെ ചുമട്ടുതൊഴിലാളികൾ പറയുന്നത് ഇന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തുന്ന ആരും പട്ടിണി ആവരുത് എന്ന ഒരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബിരിയാണി വിതരണം ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി ആളുകൾ വലിയൊരു നിര തന്നെ നമുക്ക് ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നിമിഷം ആഘോഷമാക്കുകയാണ് INTUC പ്രവർത്തകരും UDF പ്രവർത്തകരും. കാരണം 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു UDF സർക്കാർ, അതും ഒരുപക്ഷെ കോഴിക്കോട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതുപോലെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നതിന്റെ സന്തോഷം കൂടി ഇവർ പങ്കുവയ്ക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് DK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.